ഹാർഡ് കോർ യുണൈറ്റഡ് ഫാനായിട്ടുള്ള ഞാൻ വരെ ശരിക്കും ആ ഒരു 3-0 നിന്ന് 3-3 കൊവൻട്രി ആയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കൊവൻട്രി എങ്ങനെയും ജയിക്കണമെന്നായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊവൻട്രി ജയിക്കണമെന്ന്. കാരണം കൊവൻട്രി ആണ് ഈ ഒരു മാച്ച് ജയിക്കാൻ ഡിസർവിങ് എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. കൊവൻട്രിയാണ് ഈ ഒരു മാച്ച് ജയിക്കാൻ ഡിസർവിങ് അവരാണ്. ശരിക്കും ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്ന ടീം, അവിടെ 8ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം, യുണൈറ്റഡ് പോണക്കത്തെ ടീമെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അവർക്കെതിരെ കളിക്കുക, അവർക്കെതിരെ ഇങ്ങനത്തെ ഒരു മാച്ച് ഈ രീതിയിൽ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പം നമ്മൾ 3-0 ആ ഒരു കംഫർട്ടബിൾ ലീഡിലൊക്കെ വരുമ്പോഴത്തേനും മൂന്നാമത്തെ ഗോൾ യുണൈറ്റഡിൻ്റെ മൂന്നാമത്തെ ഗോൾ സ്കോർ ചെയ്ത സമയത്ത് അവരുടെ മാനേജർ, കൊവൻട്രിയുടെ മാനേജറിൻ്റെ റിയാക്ഷനൊക്കെ കാരണം മാച്ച് തീർന്നു. ഇനിയിപ്പോൾ ഒരു തിരിച്ചുവരവ് അവർക്ക് പറ്റത്തില്ല. യുണൈറ്റഡ് പോണത്തെ ഒരു ടീം 3-0 മുന്നിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജയിക്കാൻ പറ്റും അവർക്ക്? അപ്പം അങ്ങനെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാച്ചിൽ നിന്ന് അവർ തീർന്നു. അവർക്ക് യാതൊരു ചാൻസും ഇല്ലെന്ന് അവരുടെ മാനേജറിൻ്റെ മുഖത്തു നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. അവിടെ നിന്നിട്ടാണ് ആ ഒരു ടീം ശരിക്കും പറഞ്ഞാൽ 3-3 എത്തുന്നത്. അത് നമ്മുടെ പ്ലെയേഴ്സിൻ്റെ കഴിവില്ലായ്മയാണ്. മാച്ചിലോട്ട് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള മെയിൻ കാരണം നമ്മുടെ പ്ലെയേഴ്സാണ്. അപ്പം നമ്മുടെ പ്ലെയേഴ്സിന് ഇതുപോലെ കംഫർട്ടബിൾ ലീഡിലൊക്കെ എത്തുമ്പോൾ അവരുടെ ആ ഒരു വയ്യാഴിക, അവരുടെ ആ ഒരു മെൻറ്റാലിറ്റി ഇഷ്യൂസ്, ഈ റയൽ മാഡ്രിഡ്, മാൻ സിറ്റി, ലോകത്തിലെ ഏറ്റവും നല്ല ഫുട്ബോൾ ടീംസ് എന്ന് നമ്മൾ പലരും വിശ്വസിക്കുന്ന ടീമുകൾ, ഈ ഇങ്ങനത്തെ ടീമുകളുടെയൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ടീമാണ്. ഇപ്പം ഓൺ ദ ഫീൽഡ്, ഓഫ് ദ ഫീൽഡൊക്കെ എല്ലാ കാര്യത്തിലും അവരുടെയൊക്കെ നേരെ ഓപ്പോസിറ്റാണ് ശരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ടീം. അപ്പോൾ കൊവൻട്രി ശരിക്കും അവരുടെ ആ ഒരു ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ടോട്ടൽ 6 അറ്റംപ്റ്റ്സ്, 1 ഓൺ ടാർഗറ്റ്, ആ രീതിയായിരുന്നു. പക്ഷേ അവിടെ നിന്നുകൊണ്ടാണ് അവർ പയ്യെ ഗെയിമിൽ ഗ്രോ ചെയ്ത് ഗെയിം അവസാനിക്കുമ്പോഴത്തേനും, ഫുൾ ഗെയിം അവസാനിച്ചപ്പോഴത്തേനും 18 അറ്റംപ്റ്റ്സ് ആണ്, ഷോർട്ട് അറ്റംപ്റ്റ്സ് ആണ് ഇവർക്കുള്ളത്. അതിൽ 5 ഓൺ ടാർഗറ്റാണ്. അപ്പം ശരിക്കും ഗെയിമിലുണ്ടല്ലോ ആ ഒരു 3-3 വന്നു കഴിഞ്ഞപ്പം ബെറ്റർ ടീം കൊവൻട്രി ആയിരുന്നു. അവർ കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. അവർക്ക് കുറച്ചുകൂടെ ഒരു വിശ്വാസം അവരുടെ ഒരു പെർഫോമൻസിൽ, അല്ലെങ്കിൽ ഈ ഒരു ടീമിനെ തോൽപ്പിക്കാം, ഈ ഒരു യുണൈറ്റഡ് ടീമിനെ തോൽപ്പിക്കാം എന്നുള്ള വിശ്വാസം നമ്മൾ തന്നെ, നമ്മുടെ പ്ലെയേഴ്സ് തന്നെ അവരുടെ മെൻറ്റാലിറ്റി കാരണം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. 120ാമത്തെ മിനിറ്റിൽ അവർ ഗോൾ സ്കോർ ചെയ്തതാണ്. 4-3 അവർക്ക് ജയിച്ച് അവർക്ക് ഫൈനലിലോട്ട് പോവുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അത് ആ ഒരു ഗോൾ അടിച്ചപ്പോൾ ഞാൻ ഒത്തിരി ശരിക്കും പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഞാൻ സന്തോഷിച്ചു. യുണൈറ്റഡ് ഇത് ഡിസർവ് ചെയ്യുന്നുണ്ട്. യുണൈറ്റഡിലെ ഓരോ കളിക്കാരും, മാനേജറും, എല്ലാവരും, ഈവൻ നമ്മൾ ഫാൻസ്, ഇങ്ങനത്തെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ ഫാൻസ് വരെ അങ്ങനത്തെ ഒരു അവസ്ഥ ഡിസർവ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ മാച്ചിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടീമിൽ ആകെപ്പാടെ ഒരു ബ്രൂണോ ഫെർണാണ്ടസ്, മഗ്വയർ, അല്ലെങ്കിൽ കൂടി വന്ന ഒരു ഡിയോഗോ ഡലോ, ഇവരുടെ ഒരു പെർഫോമൻസ് അല്ലാതെ ആ ഒരു ടീമിൽ ആരുമില്ല. ബ്രൂണോയൊക്കെ നമ്മൾ ചീത്ത വിളിക്കുമെങ്കിലും ബ്രൂണോ ആണ് എന്തെങ്കിലും ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഗോൾ സ്കോർ ചെയ്യാനോ സാധ്യതയുള്ള ഒരേ ഒരു പ്ലെയർ എന്ന് പറയുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ഹോയ്ലൻഡൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഹോയ്ലൻഡിൻ്റെ പെർഫോമൻസിനെ പുള്ളിക്ക് ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് പുള്ളി പെർഫോം ചെയ്യാതെന്ന് പറയുന്നുണ്ട്. മക്ടോമിനെ ഇന്ന് എത്ര മാച്ച് കൂടിയാണ് ഇപ്പം പുള്ളി ഒന്ന് കളിക്കുന്നത്. മക്ടോമിനേക്കുള്ള ആ ഒരു ഗോൾ പോച്ചിങ് എബിലിറ്റി ഒന്നും ഒരിക്കലും ഹോയ്ലൻഡ് ഇതുവരെയായിട്ടും കാണിക്കുന്നില്ല. അപ്പോൾ ഹോയ്ലൻഡിൻ്റെ ലിങ്കപ്പ് ആണെങ്കിലും, അതുപോലെ തന്നെ ഹോൾഡപ്പ് പ്ലേ ആണെങ്കിലും, പൊസിഷനിങ് ആണെങ്കിലും ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്താൽ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഇപ്പം പുള്ളിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ പല പ്ലെയേഴ്സും, ഹോയ്ലൻഡ് ആണെങ്കിലും റാഷ്ഫോർഡിൻ്റെയൊക്കെ ഒരു കാര്യമുണ്ടല്ലോ, റാഷ്ഫോർഡിനെ ഇന്നത്തെ മാച്ചിലും ഗർനാച്ചോ സബ് ചെയ്ത് റാഷ്ഫോർഡ് സ്റ്റിൽ ആ ഒരു പിച്ചിലുണ്ട്. അപ്പോൾ ഗർനാച്ചോയെ സബ് ചെയ്ത സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞ് ടെൻ ഹാഗ് റാഷ്ഫോർഡിനെ സബ് ചെയ്തിട്ട് ആ ഒമാരി ഫോർസിനെ കൊണ്ടുവരണമായിരുന്നു റാഷ്ഫോർഡിന് പകരം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ റാഷ്ഫോർഡിനെ സബ് ചെയ്തില്ല. കാരണം ഈവൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ഫാൻസ് ഒക്കെ എന്ന് പറയുന്നത് ഹാർഡ് കോർ റാഷ്ഫോർഡ് അല്ലെങ്കിൽ റാഷ്ഫോർഡിൻ്റെ ഫാൻസാണ്. അപ്പോൾ റാഷ്ഫോർഡിനെതിരെ ഒരു സാധനമൊന്നും അവർ സഹിക്കത്തില്ല. അവർ പെട്ടെന്ന് ചിലപ്പം ടെൻ ഹാഗിനെതിരെ തിരിയാൻ അങ്ങനത്തെ ഒരു ഡിസിഷൻ മതി. അപ്പോൾ അതായിരിക്കണം ചിലപ്പം പേടിച്ച് ഈ ഒരു ടെൻ ഹാഗ് ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് പോകുന്നത്. അടുത്ത സീസണിലും ഈ റാഷ്ഫോർഡും കാണും, അതുപോലെ തന്നെ ഇവിടുത്തെ പല പ്ലെയേഴ്സ്, കസമീറോ കാണും, വാൻ ബിസാക്ക കാണും, അതുപോലെ തന്നെ മക്ടോമിനെ, ഇങ്ങനത്തെ എല്ലാവരും ഇവിടെ തന്നെ കാണും. കൂടി വന്ന ഇന്നത്തെ മാച്ച് തോരുന്നെങ്കിലുണ്ടല്ലോ, കൂടി വന്നു കഴിഞ്ഞാൽ അവർ ടെൻ ഹാഗിനെ പുറത്താക്കിയാണ്. അല്ലാതെ അതിൽ കൂടുതൽ ഒരു വലിയൊരു സംഭവമൊന്നും യുണൈറ്റഡിൽ നടക്കത്തില്ലായിരുന്നു. ഇങ്ങനെ പെർഫോം ചെയ്യുന്ന യുണൈറ്റഡ് ടീമിലെ പ്ലെയേഴ്സിനേക്കാളും ഞാൻ ശരിക്കും പറഞ്ഞു, ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒന്നിൽ യുണൈറ്റഡിൻ്റെ അക്കാഡമി പ്ലെയേഴ്സ്, ആ ഒരു അണ്ടർ 21 അല്ലെങ്കിൽ അണ്ടർ 18 ഒക്കെ ഇപ്പം അണ്ടർ 18 ലീഗിൽ അവർ ജയിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല ടീമൊക്കെ നമുക്ക് അണ്ടർ 18 ഉണ്ട്. എനിക്ക് തോന്നുന്നു അവർ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഫൈറ്റ് ചെയ്യും.
ഈ ഒരു സീനിയർ പ്ലെയേഴ്സിനേക്കാളും ബെറ്ററായിട്ട് ഈവൻ അണ്ടർ 18 പ്ലെയേഴ്സിനെ കളിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഫൈറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് ഇഞ്ചുറിയുടെ പ്രശ്നങ്ങൾ ഒരു സൈഡിൽ, അതിൽ ടെൻ ഹാഗിനെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ ആൾക്കാർ കുറ്റം പറയുന്നു. ടെൻ ഹാഗിൻ്റെ ട്രെയിനിങ് മെത്തേഡ്സിലെ പ്രശ്നമാണ്. ടെൻ ഹാഗിൻ്റെ ട്രെയിനിങ് മെത്തേഡ്സിൽ കൂടുതലും ഈ ഓട്ടവും ചാട്ടവും തന്നെയാണ് നടക്കുന്നത്. അവിടെ ടാക്ടിക്കലിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റോ അങ്ങനത്തെ ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും ട്രെയിനിങ്ങിൽ നടക്കുന്നില്ല. ചുമ്മാ കുറേ ഓട്ടവും ചാട്ടവും ആ ഒരു പഴയ ഓൾഡ് സ്കൂൾ ട്രെയിനിങ് മെത്തേഡ്സാണ് ഇവിടെ ഫോളോ ചെയ്യുന്നതെന്നൊക്കെയുള്ള രീതിയിലുള്ള കുറ്റങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ ടീമിൻ്റെ ഇൻഎഫിഷ്യൻസി. ടെൻഹാഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻ ഗെയിം മാനേജ്മെൻറ്റ്, ഒരു ഗെയിമിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളത് ടെൻഹാഗ് പലപ്പോഴും ഫെയിൽ ആകുന്നുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടെൻഹാഗിനെ എല്ലാത്തിൻ്റെ ഒരു ബേസിക് കാരണം ടെൻഹാഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ടെൻഹാഗിനെ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാലും ഈ ക്ലബ്ബ് രക്ഷപ്പെടത്തില്ല. അപ്പോൾ ഇൻറ്റൻസ് ട്രെയിനിങ്, അതുപോലെ തന്നെ ഈ ഒരു ടെൻഹാഗിൻ്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെൻഹാഗിൻ്റെ വേ ഓഫ് പ്ലേ എന്ന് പറയുന്നത് ഭയങ്കര ഇൻറ്റൻസിറ്റി വേണ്ട ഒരു രീതിയാണ്, കുറേ കൂടെ ഫിസിക്കലി ഡിമാൻഡിങ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പണ്ഡിറ്റ്സും വരുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡിസംബർ മുതൽ നമുക്ക് യൂറോപ്യൻ ഫുട്ബോളില്ല, എന്നിട്ടും നമ്മളെക്കാളും ഇൻറ്റൻസ് ഫുട്ബോൾ കളിക്കുന്ന ടീമുകൾക്കൊന്നും ഇത്രയും പരിക്കില്ല. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഈ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ ഫുട്ബോളിംഗ് ബ്രെയിൻസ് എന്ന് സോക്കോൾഡ് ഫുട്ബോളിംഗ് ബ്രെയിൻസ് കുറേ വരുന്നുണ്ട്. അപ്പോൾ അവർ ഈ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ പഠനം നടത്തണം. അടിമുടി മാറ്റങ്ങൾ സോൾഷെയറിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ടീമുണ്ട്, സോൾഷെയർ പോകുന്ന സമയത്തുള്ള ആ ഒരു ടീമിലെ അംഗങ്ങളെ, ആ ഒരു മെമ്പേഴ്സിനെ മുതൽ നല്ല രീതിയിൽ ക്ലിയർ ഔട്ട് നടത്തി ഒരു റീസെറ്റ് നടത്തിയാൽ മാത്രമേ നമുക്കൊരു രക്ഷയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ മാച്ചൊക്കെ കണ്ട് വെറുത്താണ് ഞാൻ ഈ ഒരു ചാനലിൽ വീഡിയോസ് ഇപ്പം കുറച്ചിരിക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ എൽ ക്ലാസിക്കോ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ഷീണം, ഈ ഒരു മാച്ച് കണ്ട് ഡിപ്രഷൻ ആകാതിരിക്കാൻ വേണ്ടി ഇനിയിപ്പം എൽ ക്ലാസിക്കോ കണ്ട് സന്തോഷിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം യുണൈറ്റഡ് ഫാൻസിൻ്റെ ഒക്കെ അവസ്ഥ ഇതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ടാണ്.